മുണ്ടക്കയത്ത് ബൈപ്പാസ് നിർമ്മാണം പൂർത്തീകരിച്ച് തുറന്നുകൊടുത്ത നാൾ മുതൽ മഴക്കാലത്ത് യാത്രക്കാരും പൊതുജനങ്ങളും അനുഭവിച്ചിരുന്ന വലിയ ദുരിതത്തിന് പരിഹാരമാവുകയാണ്. മണിമലയാറിന്റെ തീരത്തുകൂടി കടന്നുപോകുന്ന ബൈപ്പാസ് ടൗണിൽ നിന്ന് ഉൾപ്പെടെ ബൈപ്പാസിന്റെ മേൽഭാഗത്ത് എല്ലായിടത്തു നിന്നുമുള്ള മഴവെള്ളം മണിമലയാറിലേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരുന്നത് ബൈപ്പാസ് നിർമ്മാണത്തോടെ തടസ്സപ്പെട്ടതാണ് വെള്ളക്കെട്ടിന് കാരണമായി തീർന്നത്. ബൈപ്പാസ് നിർമ്മിച്ച അവസരത്തിൽ നദീതീരത്തോട് ചേർന്നാണ് റോഡിനേക്കാൾ ഉയർത്തി ഫുട്പാത്ത് നിർമ്മിച്ചിട്ടുള്ളത്. തന്മൂലം ബൈപ്പാസിലേക്ക് ഒഴുകിയെത്തുന്ന വെള്ളം ഒരു നിലയിലും മണിമലയാറ്റിലേക്ക് പോകാത്ത സ്ഥിതിയാണ്. തന്മൂലം ബൈപ്പാസിൽ നിരന്തരമായി വെള്ളക്കെട്ടുണ്ടാവുകയും മഴക്കാലത്ത് വാഹനയാത്രക്കാർക്കും കാൽനട യാത്രക്കാർക്കും ഏറെ ബുദ്ധിമുട്ടാണ് ഉണ്ടായിരുന്നത്. മതിയായ രീതിയിൽ ഓടയോ കലുങ്കോ ഇല്ലാതിരുന്നതും വെള്ളക്കെട്ടിന്റെ രൂക്ഷത വർദ്ധിപ്പിച്ചു. ഈ പ്രശ്നം മനസ്സിലാക്കി അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ MLA ആവശ്യമായ പരിഹാരമാർഗം കണ്ടുപിടിച്ച് വെള്ളക്കെട്ട് ഒഴിവാക്കണമെന്ന പൊതുമരാമത്ത് വകുപ്പ് അധികൃതർക്ക് നിർദ്ദേശം നൽകിയതിനെ തുടർന്ന് 200 മീറ്ററോളം ദൂരത്തിൽ പുതിയ കലുങ്കുവാർത്ത് സ്ലാബ് ഇട്ട് മൂടി റോഡിലെ ഗതാഗത സൗകര്യത്തെ ബാധിക്കാത്ത വിധത്തിൽ ഡ്രെയിനേജ് സിസ്റ്റം നിർമ്മിച്ച് കലുങ്കുകൾ നവീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്ത ബൈപ്പാസിലേക്ക് ഒഴുകിയെത്തുന്ന മുഴുവൻ വെള്ളവും മണിമലയാറ്റിലേക്ക് എത്തുന്ന നിലയിൽ ഡ്രെയിനേജ് സിസ്റ്റത്തിന്റെ എസ്റ്റിമേറ്റ് പ്രകാരം 17 ലക്ഷം രൂപയുടെ ഭരണാനുമതി ലഭ്യമാക്കി ടെൻഡർ ചെയ്ത പ്രവൃത്തി ആരംഭിക്കുകയാണ്. ഔപചാരിക ഉദ്ഘാടനം മുണ്ടക്കയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖാദാസിന്റെ അധ്യക്ഷതയിൽ അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ MLA നിർവഹിച്ചു. ബൈപ്പാസ് നമ്മുടെ നാടിന് വലിയ ഗുണകരമാണ് എങ്കിലും ബൈപ്പാസ് ഉണ്ടാക്കിയ നാൾ മുതൽ ജനങ്ങൾ അനുഭവിച്ചിരുന്ന ഒരു ദുരിതമാണ് വെള്ളക്കെട്ട്. കാരണം നമുക്കറിയാവുന്നതുപോലെ മുണ്ടക്കയം ബൈപ്പാസ് കടന്നു പോകുന്നത് മണിമലയാറിൻ്റെ തീരത്തു കൂടിയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ വെള്ളമൊഴുക്ക് മണിമലയാറ്റിലേക്കുള്ള മുഴുവൻ വെള്ളമൊഴുക്കും ടൗണിൽ നിന്ന് അടക്കമുള്ളത് ഈ ഭാഗത്തേക്കാണ് മഴക്കാലത്ത് ഒഴുകിയെത്തുന്നത്. പക്ഷേ ദൗർഭാഗ്യവശാൽ നമ്മുടെ നടപ്പാത ഫുട്പാത്ത് ആറിനോട് ചേർന്ന് ഉയർത്തി നിർമ്മിച്ച ഒരു സാഹചര്യവും വെള്ളമൊഴുക്കിന് മതിയായ രീതിയിലുള്ള ഓടയോ കലുങ്കോ ഇല്ലാതെ വന്നതുമൂലം മഴക്കാലത്താകമാനം നമ്മുടെ ബൈപ്പാസിൽ വലിയ വെള്ളക്കെട്ട് രൂപപ്പെടുകയും വാഹനയാത്രക്കാർക്കും അതിനേക്കാൾ ഉപരി കാൽനട യാത്രക്കാർക്കും അതുപോലെ തന്നെ റോഡിൻ്റെ സമീപത്തുള്ള കടക്കാർക്കും മറ്റും വലിയ ബുദ്ധിമുട്ടും ദുരിതവും അങ്ങേയറ്റം യാത്രാക്ലേശവും അനുഭവിച്ചിരുന്ന ഒരു സാഹചര്യമായിരുന്നു നിലനിന്നിരുന്നത്. അത് മനസ്സിലാക്കിക്കൊണ്ട് ഈ വെള്ളക്കെട്ട് പരിഹരിക്കാൻ നടപടി സ്വീകരിക്കാൻ പൊതുമരാമത്ത് വകുപ്പിനോട് നിർദ്ദേശിക്കുകയും അവർ അത് സംബന്ധിച്ച് നടത്തിയ പഠനത്തിൻ്റെ വെളിച്ചത്തിൽ പുതുതായി ഓടകൾ നിർമ്മിക്കുകയും കലുങ്കുണ്ടാക്കുകയും കലുങ്കുകൾ നവീകരിക്കുകയും കലുങ്കുകൾ വിപുലപ്പെടുത്തുകയും ചെയ്ത് മാത്രമേ ഈ വെള്ളക്കെട്ട് പരിഹരിക്കാൻ കഴിയൂ എന്ന് നൽകിയ റിപ്പോർട്ടിൻ്റെ വെളിച്ചത്തിൽ അതിനാവശ്യമായ എസ്റ്റിമേറ്റ് തയ്യാറാക്കിയപ്പോൾ 17.5 ലക്ഷം രൂപ GST ഉൾപ്പെടെ ആവശ്യമുണ്ടെന്ന് കാണുകയും അത് ഗവൺമെൻറ്റിൽ സമർപ്പിച്ച് സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ബഹുമാനപ്പെട്ട ശ്രീ PA മുഹമ്മദ് റിയാസിനെ നേരിൽ കണ്ട് ഈ ആവശ്യം അറിയിച്ചതിനെ തുടർന്ന് അദ്ദേഹം പ്രത്യേക താല്പര്യമെടുത്താണ് മുണ്ടക്കയം ബൈപ്പാസിലെ ഈ ഡ്രെയിനേജ് സിസ്റ്റം ഉണ്ടാക്കുന്നതിന് വേണ്ടി 17.5 ലക്ഷം രൂപ അനുവദിച്ചത്. ജില്ലാ പഞ്ചായത്ത് അംഗം PR അനുപമ മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ PK പ്രദീപ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീലമ്മ ഡൊമിനിക്, പഞ്ചായത്ത് മെമ്പർ ലിസി ജിജി, CV അനിൽകുമാർ, റേച്ചൽ KT, സുലോചന സുരേഷ്, പ്രസന്ന ഷിബു, ഷിജി ഷാജി, CV അനിൽകുമാർ, ബിൻസി മാനുവൽ, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കന്മാരും പൊതുപ്രവർത്തകരുമായ MG രാജു, ചാർലി കോശി, ജോസി കല്ലൂർ, മോളി വാഴപ്പനാണ്ടി, തങ്കച്ചൻ കാരക്കാട്, അനിയാച്ചൻ മൈലപ്ര തുടങ്ങിയവർ പ്രസംഗിച്ചു. 1 മാസത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തീകരിച്ച വെള്ളക്കെട്ട് ശാശ്വതമായി പരിഹരിക്കുമെന്ന് MLA പറഞ്ഞു.